നഴ്സിംഗ് ഡയറക്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കെയ്യയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം ചോയ്സ് സെലക്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ചോയ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പാടെ ആ ഒരു ലിസ്റ്റിൽ നിന്നും മാറ്റപ്പെടുന്നതുമായിരിക്കും. അപ്പോൾ ചോയ്സ് സെലക്ട് ചെയ്യുവാനായിട്ട് നമ്മൾ മെയിനായിട്ടുള്ള കെയ്യയുടെ വെബ്സൈറ്റിൽ നിന്നും UGCET എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ അതിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴിയാണ് നമ്മൾ ഇതിൻ്റെ എൻട്രി ചെയ്ത് കയറേണ്ടതായിട്ട് വരിക. ഇവിടെ നമ്മൾ വെരിഫിക്കേഷൻ സ്ലിപ്പിലുള്ള CET നമ്പരും അതിന് ക്യാപ്ചർ കോഡും നൽകിയാണ് നമ്മൾ കയറേണ്ടതായിട്ട് വരിക. അടുത്ത ഘട്ടമായിട്ട് വെരിഫിക്കേഷൻ സ്ലിപ്പിലുള്ള ആപ്ലിക്കേഷൻ നമ്പർ, സീക്രട്ട് കീ, അതുപോലെ തന്നെ പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന കോളേജിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചോയ്സ് എൻട്രിയാണ് അടുത്ത ഘട്ടമായിട്ടുണ്ടാവുക. ഇതിൻ്റെ ഏറ്റവും അവസാനമാണ് ചോയ്സ് എൻട്രിയുടെ ലിങ്കുകൾ നൽകിയിരിക്കുക. ഏറ്റവും അവസാനമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ചോയ്സ് എൻട്രിയിലേക്ക് നമുക്ക് കിടക്കാം. നേരത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് 4 ചോയ്സസാണ് നൽകാൻ സാധിക്കുക. ആദ്യത്തെ ചോയ്സ് എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ സെലക്ട് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്ന കോളേജിൽ തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നു, അത് മാത്രം മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചോയ്സ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രിൻ്റ് എടുത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ ചെല്ലാൻ ഫീ അടച്ച് നമ്മൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ ചോയ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്കും കൂടെ പങ്കെടുക്കുവാനായിട്ടാണ്. അതായത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജ് നഷ്ടപ്പെടാതെ കുറച്ചും കൂടെ ബെറ്റർ കോളേജ്, അതിന് മുകളിലേക്കുള്ള കോളേജുകളിലേക്ക് പോകാനുള്ള ഹയർ ഓപ്ഷൻ ഫെസിലിറ്റിയാണ് സെക്കൻഡ് ചോയ്സ് നൽകുന്നതിലൂടെ ലഭിക്കുക. മൂന്നാമത്തെ ചോയ്സ് എന്ന് പറയുമ്പോൾ, നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അലോട്ട്മെൻറ്റ് താല്പര്യമില്ല, നമുക്കത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് വീണ്ടും അലോട്ട്മെൻറ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നാലാമത്തെ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല, കംപ്ലീറ്റ്ലി നമ്മുടെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷനാണ് നാലാമത്തെ ചോയ്സസ്. അപ്പോൾ ഈ 4 ചോയ്സസാണ് നമുക്ക് ഈ ഒരു സമയത്ത് നൽകേണ്ടതായിട്ട് വരിക. അതിലുള്ള ബട്ടണിൽ അമർത്തി നമ്മളത് സബ്മിറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ആ ചോയ്സ് എൻ്റർ ചെയ്ത് കിട്ടുന്നതുമായിരിക്കും. ഇവിടെ ഞാൻ ചോയ്സ് 2 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ചോയ്സ് 2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് നീങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏത് ചോയ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരിക്കൽ കൂടി നമ്മളൊരു കൺഫർമേഷന് വേണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്. അത് ഒരിക്കൽ നമ്മൾ ഒരു ചോയ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ചോയ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ കൺഫർമേഷൻ നൽകുകയും അതുപോലെ തന്നെ അതിൻ്റെ ചോയ്സ് സെലക്ട് ചെയ്തതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അത് PDF ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൂഫായിട്ട് നമുക്ക് കയ്യിൽ സൂക്ഷിച്ച് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ചോയ്സ് 2 വഴി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക. ചോയ്സ് 1 സെലക്ട് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ, നമുക്ക് ചെല്ലാൻ ഫീ ആയിട്ട് ഈ അലോട്ട്മെൻറ്റ് ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അഡ്മിഷൻ മെമ്മോ ലഭിക്കുക. അപ്പോൾ അഡ്മിഷൻ മെമ്മോ ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു അഡ്മിഷൻ മെമ്മോയുമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇതാണ് ഏകദേശം ഈ അഡ്മിഷൻ മെമ്മോയുടെ ഒരു സാമ്പിൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. അവൻ്റെ സീറ്റ് നമ്പരും അതുപോലെ തന്നെ ഓർഡർ നമ്പർ, കോളേജിൻ്റെ ഡീറ്റെയിൽസ് അതെല്ലാം കൊടുത്തിട്ടുണ്ടാവും. കൂടാതെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നതനുസരിച്ച് 1,40,000 രൂപ ട്യൂഷൻ ഫീ ഇനത്തിൽ നമ്മൾ കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 5-ാം തീയതിക്കുള്ളിൽ തന്നെ നമ്മൾ ഈ കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടതായിട്ട് വരിക. ഇത് ഓപ്ഷൻ 1 സെലക്ട് ചെയ്ത കുട്ടികൾക്കാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ എത്രയും വേഗം തന്നെ അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക. ഇതുകൂടാതെ തന്നെ ഒരുപക്ഷെങ്കിൽ കോളേജിൽ നിന്ന് ബാക്കിയുള്ള സ്പെഷ്യൽ ഫീസ്, അഡീഷണൽ ഫീസുകളൊക്കെ ഇതിനോടൊപ്പം തന്നെ ചാർജ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.